അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച മനസ്സമ്മതം നടത്തിയിട്ട് ഞായറാഴ്ച കെട്ട് നടത്താം. അതെങ്ങനെയാ 3 തവണ പള്ളിയിൽ വിളിച്ചു അല്ലണ്ടായോ? അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും എന്നാ അമ്മച്ചി പറയുന്നേ? വർക്കിച്ചന് നിയമം വല്ലതും ബാധകമാണോ? എന്നാ പിന്നെ സമയം കളാതെ ഇതങ്ങ് വാങ്ങിയാട്ടെ. എന്നാ അളിയെ കാണിക്കുന്നേ? കാർന്നൂരി ഇരിക്കുമ്പോഴാണോ അളിയൻ അഡ്വാൻസ് വാങ്ങിയത്? അത് നേരാ. ചോണിച്ചാ ചോണിച്ചാ ഇതങ്ങ് വാങ്ങിച്ചേ. ഇതിനാ ഗുരുത്വം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കെട്ട് നമ്മുടെ പള്ളി വെച്ചു. അല്ല വർക്കിച്ച, കെട്ട് ചെറുക്കന്റെ വീട്ടുകാരല്ലയോ നടത്തേണ്ടത്? അതല്ലേ നാട്ടു നടപ്പ്. എന്തോന്ന് നാട്ടുകടപ്പം വെച്ച് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർ അവരവരുടെ സൗകര്യം പോലെ കാര്യങ്ങൾ ചെയ്യുന്നത്. വർക്കിച്ചന്റെ മൂത്ത മോള് കിട്ട് നമ്മൾ തന്നെയല്ലോ നടത്തിയത്. എന്നാലും ഈ നാട്ടുകാർ എന്തൊക്കെയാ പറയാന്ന് നമുക്ക് നാട്ടുകാരുടെ ചെലവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രമല്ല, പല നാട്ടുകാർ നമ്മുടെ ചെലവിലാണ് ജീവിക്കുന്നത്. അതേ വർക്കിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് കരുതി വിവാഹ ദൂരത്തിനൊന്നും നമ്മളില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങായിരിക്കും. ഒരു ഹോളോ ഹോട്ടലോ ഒന്നും എടുക്കുന്നില്ല. ഞങ്ങൾ വളരെ ചുരുക്കം ആളുകളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വർക്കിച്ചനും അതുപോലെ ചുരുക്കി വിളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു. അതെങ്ങനെയാ റോയ്? വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കണ്ടേ? മൂത്ത മോളുടെ മനസ്സമ്മതത്തിന് നമ്മൾ പ്രമാണിമാര് ചെയ്യുന്ന കണ്ടിട്ടാണ് സാധാരണക്കാരും ചെയ്യുന്നത്. ഈ പ്രദേശത്ത് തന്നെ എത്ര വീടുകളാണെന്നറിയോ ഒരു വിവാഹം കഴിഞ്ഞപ്പോൾ കുത്തുവാലെടുത്ത്. അപ്പോൾ വർക്കിച്ചനാണെങ്കിൽ അത്യാവശ്യം ആളുകൾ വിളിച്ചോളൂ. പക്ഷെ ചടങ്ങ് നമ്മൾ വളരെ ലളിതമായിട്ടേ നടത്തുള്ളൂ. ഇതിൽ നിന്ന് ലാഭിക്കുന്ന മുഴുവൻ തുകയും ഞങ്ങളുടെ അപ്പച്ചന്റെ പേരിൽ ചാരിറ്റി കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മള് പ്രമാണിമാരാണല്ലോ മറ്റുള്ളവർക്ക് മാതൃക. ഈ പറഞ്ഞാലും കാര്യമുണ്ട്. ഏതായാലും കല്യാണം നമ്മൾ പൊടി പിടിക്കുന്നുണ്ടല്ലോ. മനസ്സമ്മതം ഇങ്ങനെ പോട്ടെ. ആയിക്കോട്ടെ. എന്നാ പിന്നെ അങ്ങനെ അതാ അതിന്റെ ഒരു ശരി. ഞാൻ പറഞ്ഞില്ലല്ലോ അവർക്ക് സമ്മതിക്കുന്നത്. ലിൻഡയുടെ ഫോൺ നമ്പർ ഇതിലുണ്ട്. രോഹൻ എന്തെങ്കിലും സംസാരിക്കാൻ കാണുമല്ലോ. അതിന്റെ കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മളും കുറച്ച് ഓർത്തഡോക്സാണ്. പിന്നെ മനസ്സമ്മതത്തിന് മുമ്പ് ഫോൺ വിളി കൊടുക്കുന്ന പല കേസും കല്യാണത്തിന് മുമ്പേ ഡിവോഴ്സ് ആവും. ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ. കല്യാണത്തിന് ശേഷം എത്ര വേണമെങ്കിൽ സംസാരിച്ചുകൂടെ? പാസേ പറഞ്ഞതാ അതിന്റെ ശരി. അപ്പച്ചാ, ആ ബിൽഡറുമായിട്ടുള്ള മീറ്റിംഗ് ഇന്നല്ലേ? ഞാനതങ്ങ് മറന്നു. റോയ്, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഊണ് കഴിച്ചിട്ട് പോവാം. അതൊക്കെ നമ്മള് ബന്ധുക്കളായതിനു ശേഷം മതിയെന്നേ. അതല്ല അതിന്റെ ഒരു രീതി. എന്നാ പിന്നെ ഞങ്ങളെ കൊണ്ട് ഇറങ്ങാം. ആയിക്കോട്ടെ. ഒന്നും അറിയത്തില്ല കേട്ടോ. ഒരുപാട് ലാളിച്ചു വളർത്തിയതാണ്. മോക്കൊരു കുട്ടിയല്ലേ. ഒരാള് മതിയല്ലോ, നല്ല വികൃതിയാ. ഒരടുത്തടങ്ങി. എന്റെ ചെറുപ്പത്തിൽ എന്നാ വികൃതിയായിരുന്നു. പ്രേമണ്ടേ, ഒട്ടും മോശമല്ലായിരുന്നു. പോകുന്ന വഴിക്ക് പാറക്കൽ അച്ഛൻ്റെ അടുത്തൊന്ന് കയറണം. കുഞ്ഞുങ്ങളെ കണ്ടേച്ച് ഒരുപാട് നാളായി. നീ ചായയൊക്കെ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചു സാർ. എന്നാ വണ്ടി എടുക്ക്. ശരി സാർ. ഇവിടുന്ന് അടുത്തോട്ട് കയറി NH കയറി എളുപ്പമല്ലയോ? അച്ഛൻ എന്നതിന് NH പോകുന്നത്? പാലായ്ക്ക് പോയ പോരെ? അതിന് അച്ഛൻ പാലയിലല്ലല്ലോ താമസിക്കുന്നത്. നമ്മള് വയനാട്ടിലൊരു പാവം കൃഷിക്കാരനാണ്. കൃഷിക്കാരനെന്ന് പറഞ്ഞാൽ പോരാ, ഒരു പരമസ്വാത്വികൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം. എത്ര അനാഥാലയങ്ങളൊക്കെയാണെന്നോ അച്ഛൻ സ്ഥിരമായി പണം കൊടുക്കുന്നത്. ഇത്രയും മക്കളുള്ളപ്പോൾ എനിക്കെന്തിനാ വേറെ കുട്ടികളെന്ന് പറഞ്ഞ് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇതൊക്കെ എന്നാത്തിനാ അവർക്ക് ചെപ്പ് ഇവിടെ പറയുന്നത്? എന്താ അച്ഛാ, ഇത്ര എളിമ പാടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ അറിയട്ടെന്നേ. ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുതെന്നാ പ്രമാണം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവരൊക്കെ ആരാ? അതിവിടുത്തെ ആശ്രിതന്മാരാ, ജോലിക്കാര്. എന്നാ പിന്നെ ഇറങ്ങട്ടെ. ശരി. എന്നാ പിന്നെ ശരി. രോഹൻ. ഓക്കെ മാൻ. അങ്ങോട്ട് ഇവിടത്തെ തിരക്കൊന്നും ഒഴിഞ്ഞോട്ടെ, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ശരി. മോളോട് പറഞ്ഞേക്കാം. ഹലോ ഫാദർ. അതെ, ഈ ശ്രീധനത്തിന്റെ ബാക്കി തുക അക്കൗണ്ടിലേക്ക് വന്നാൽ മാത്രമേ ചെറുക്കം പള്ളിയിലോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അത് പിന്നെ തറവാടുകളെ അങ്ങനെ വേണ്ട. അടിപൊളി. നീങ്ങാ പോവാം. ചേട്ടായി, ഞാനോട് പതുക്കെ മുട്ടു. ചേട്ടായി, ഇന്ന് ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എടാ മോനെ, ഞാൻ ആ തുണിക്കട കടം പറഞ്ഞു കൊടുത്തു. ആദ്യം ഒരു 2 തന്നെ. ഇന്ന് ആ കോശിക്ക് പലിശ കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. തരാം, നിങ്ങളൊന്ന് അടങ്ങ്. ഞാനിതുകൊണ്ട് തിന്നാനൊന്നും പോകുന്നില്ലെന്നേ. പള്ളി ഫണ്ടിലേക്കുള്ള കാശ് തന്നെ എത്തിക്കില്ലെന്ന് മാത്യുച്ചൻ ചോദിക്കുന്നു. കറക്റ്റ് ടൈമിംഗ് അല്ലേ? അപ്പത്തേക്ക് സംഗതി അറിഞ്ഞു. വൈകിട്ടത്തേക്ക് എത്തിച്ചേക്കാന്ന് പറ. ഓക്കെ.
നിനക്ക് എത്ര വേണമെന്ന് പറഞ്ഞ? 2. താ. ആഹാ, കിട്ടിയ കാശ് മുഴുവൻ നിങ്ങൾ തന്നെ വീഴ്ചെടുക്കാനാണോ പരിപാടി? ആഹാ. അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇന്ന് തരാന്ന് പറഞ്ഞ പൈസ ഇന്ന് തരും, ബാക്കിയുള്ള മനസ്സമ്മതത്തിന് അന്ന് തരും. അതെ അതെ. പിന്നെ നിങ്ങൾ എല്ലാവരും സ്വന്തം കണ്ണുകൊണ്ട് വർഗീസ് മാത്രം കണ്ട് ബോധ്യപ്പെട്ടല്ലോ. ഇനി വർഗീസ് മാത്രം അറിയാത്തവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പാലയിൽ ചെന്ന് ചോദിച്ചാൽ മതി. എസ്റ്റേറ്റ്, ഫാക്ടറി, ബാർ, ഹോട്ടൽ, സിന്തറ്റിക് റബ്ബർ തുടങ്ങി സൂര്യന് താഴെയുള്ള എല്ലാ ബിസിനസ്സും വർഗീസ് മാത്രമുണ്ട്, കൂടാതെ റബ്ബർ പൊളിറ്റിക്സും. 2 നോട്ടെണ്ണുന്ന മെഷീനാ പുള്ളിയുടെ വീട്ടില്. അതെ. തൽക്കാലം എന്റെ പലിശക്കാർ ചേട്ടന്മാരെ ഒരു കാര്യം ചെയ്യും, ഇറങ്ങി പുറത്തോട്ട് വെക്ക്. 5 മിനിറ്റ് കഴിയുമ്പോ ഓരോരുത്തരായി വിളിക്കാം. ചെല്ല് ചെല്ലടോ. ചെല്ല്. 2 മെഷീനും. പൈസ വാങ്ങിക്കാൻ വരുമ്പോ എന്നാ ബഹുമാനമായിരുന്നു. എന്നാ പിടിച്ചോ. ഓ ശരി, കല്യാണം കഴിയുന്നവരെ കണ്ട തുണിക്കട നിറങ്ങല്ലേ. ഞാൻ നോക്കിക്കോളാം. പക്ഷേ പൈസ വല്ലതും വേണോ? പോയി അടിച്ചു വിളിക്കേ. ഇതും കൊണ്ട് എന്നെ അടിച്ചു വിളിക്കാനോ? ആഹാ, ഇതിനുള്ള അടിച്ചുപൊളിയൊക്കെ മതി. ആ ചേട്ടാ ഇത്രയുണ്ടോ? ഇതാണ് എനിക്ക് അത് മതിയുടെ പോയി. ഒന്നും മിണ്ടാതിരുന്നടാ. ഓഹോ, നീ കളിക്കല്ലേ. ചേട്ടായി ഓ ഇനിയിപ്പം അമേരിക്കയിലേക്ക് കുറച്ച് നാള് മോന്റെയും മരുമോടെയും കൂടെ അമേരിക്കയിലൊക്കെ പോയി നിക്കാലോ. ഓ കാര്യം അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള മലയാളികൾ മുഴുവൻ താമസിക്കുന്ന കുടിസ് ഫ്ലാറ്റുകളാണ്. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന മേരിക്കുട്ടി എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഓ അത് ഈ മലയാളി നഴ്സുമാരും അവളുമാരുടെ ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന കെട്ടിയന്മാരൊക്കെയാ കുടിസ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഓ രോഹന് ഗൂഗിളിലല്ലേ ജോലി കിട്ടിയേക്കുന്നത്. അന്നേരം ഈ നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിൽ കാണുന്ന ബംഗ്ലാവ് പോലത്തെ വീട് കിട്ടുമെന്നേ. കിട്ടും, രോഹന് കിട്ടും. വീട് വലുതാണേലും ചെറുതാണേലും എനിക്ക് ഈ വീടും മണ്ണും പിന്നെ നമ്മുടെ ഈ പള്ളിയൊക്കെ വിട്ട് എങ്ങോട്ടും പോയി നിൽക്കാൻ ഒരു താല്പര്യമില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ മരുമോള് പ്രസവിക്കാറാകുമ്പോൾ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും. എൻ്റെ മോള് പ്രസവിക്കാറായപ്പോൾ എന്നെയും കൊണ്ടുപോയി അങ്ങോട്ട്. അവിടെ ജോലിക്കാർക്കൊക്കെ വലിയ ശമ്പളമാണ്, ഭയങ്കര ശമ്പളമാണ്. ഞാൻ 3 മാസം അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിൻ്റെ വെളിയിലോട്ട് എന്നെ ഒന്നും ഇറക്കിയിട്ടില്ല. അവിടെ ഒരു വലിയ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന നയാഗ്ര. നയാഗ്ര. ഞാനതിപ്പോഴും ടി വിയിലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ 2 മണിക്കൂർ അങ്ങോട്ട് പോയ ആ വെള്ളച്ചാട്ടമായിരുന്നു. എന്നാ പറയാനാ, ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ പ്രശ്നമായിരിക്കുമെന്നേ. നമ്മൾ കൊടുക്കുന്ന സ്നേഹം മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടണോ നമ്മൾ വെറുതെ വിഷമിക്കണ്ട ഗ്രാസമ്മേ. ബാത്റൂം എവിടെ? ദാ അവിടെ. വരുന്നേ. ഓ എന്തൊരു ഭാവാഭിനയം. നമ്മളൊക്കെ ഈ നാട്ടുകാരാന്നുള്ളതേ അവളങ്ങ് മറന്നുപോയെന്നാ തോന്നുന്നേ. കമന്ന് വീണ കാപ്പണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രേസമ്മയെ അവിടെ കെട്ടിയോൻ എൻക്രോച്ച്മെന്റ് കറിയാച്ചനും ജീവിച്ചത്. ബന്ധങ്ങളൊന്നും അല്ല, പൈസയാണ് വലുതെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പിള്ളേരെ പഠിപ്പിച്ചത്. ഡോളർ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച് നേഴ്സാക്കി. ഇപ്പൊ ഒരു മോടെ കാര്യം പറഞ്ഞില്ലേ, ആ കൊച്ചെന്നെ മിടിക്കായിരുന്നറിയാവോ. ഈ ഗ്രേസമ്മ ഒറ്റ വരുത്തിയാ ഈ പിള്ളേരെ എല്ലാം വഷളാക്കിയത്. എന്നിട്ട് ഇപ്പൊ ഇരുന്നോണ്ട് കരയുന്നു. എന്നാ കാര്യം? നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ച പാഠം പിള്ളേര് നന്നായിട്ട് അങ്ങ് പഠിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാ മതി. അമ്മച്ചി. ആ ഇപ്പൊ വരാൻ കേട്ടോ. ആ സാറാമ്മേ, അൽഫോൻസാമ്മയെ പോലെ വീട്ടിലിരുന്നാലുവേ ഈ മേരിക്കുട്ടി ഉണ്ടല്ലോ എന്നാ സാധനമാണെന്നറിയോ. പുളിങ്കൊമ്പിലല്ലേ കയറി പിടിച്ചേക്കുന്നേ. മാത്ത മുതലാളി ആരാന്ന വിചാരം. പോരാത്തേനാണെങ്കി ആ പെങ്കൊച്ചിന് ആങ്ങളമാരും ഇല്ല.
അപ്പൊ ഉള്ളതൊക്കെ ഈ 2 പെൺപിള്ളേർക്കും കൂടെ ഉള്ളതാന്നേ. മനസ്സിലായോ? ഓ ഷോ, ഇത് ശരിയാവത്തില്ല മോളെ. ഇതിനെന്നാ തിളക്കുക? അത് ഞാൻ മരിച്ചിട്ട് ഒരുപാട് നാളായില്ലല്ലോ. ഇത് ഞാൻ ഉടുത്തു തന്നാ നാട്ടുകാരെന്നാ പറയും? എന്നാ അമ്മച്ചി ഇത്? അമ്മച്ചീനല്ലേ ഈ കളർ സാരി മതി എന്ന് പറഞ്ഞേ. അത് ശരിയാ. ഇത്ര തിളക്കം ഉണ്ടാവും ഞാൻ വിചാരിച്ചോ? എന്നാ വൈറ്റ് എടുക്കാം. ഞാൻ ചേച്ചി വിളിച്ചു വരാം. എന്നാടി ഹലോ ആളിയെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമായിരുന്നല്ലോ. ബെസ്റ്റ്. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അളിയനെ വിളിക്കാൻ തുടങ്ങിയിരുന്നു. എൻ്റെ കയ്യിൽ എവിടെ നിന്നാളിയാ പൈസ? ക്രെഡിറ്റ് കാർഡുകളിലെ പൈസയൊക്കെ തീർന്നിട്ട് കാലം കുറേയായി. എല്ലാം ബ്ലോക്കാണ്. ഇനി ആകെ ഒരെണ്ണം ഉണ്ട്. പക്ഷെ ഇന്ന് വലിക്കാന്ന് വിചാരിച്ചാലേ ഒരു 10-30,000 രൂപ കൂടുതൽ കിട്ടത്തില്ല. എങ്ങനെയല്ലോ ഒന്ന് നാളെ രാവിലെ ആയാൽ മതി. ഇപ്പൊ എത്ര രൂപ വേണ്ട എനക്ക്? ഒരു 50 വേണം. ഞാൻ എന്തേലും ചെയ്യാം. ചെയ്യണം. ശരിയെന്നാ. ഇത് വേണ്ട, അത് മതി. വേണ്ട. ഇതൊന്ന് നോക്കി. എക്സ്ക്യൂസ് മീ. ട്രഡീഷണൽ മോഡൽ. ആക്ച്വലി ഐ ഡോണ്ട് തിങ്ക് സോ. നോ. ഇത് ലാസ്റ്റ് ടൈം ആണേ. പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ. ഇപ്പൊ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇനി നീ ഇതും പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരിക്കലും ഇല്ല. നാളത്തോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ്. താങ്ക് യു. അത് എന്നൊരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ട്. തുറന്നു പറഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. സൂസൻ പറ. ചേച്ചി, ഒരു കാര്യം ഉണ്ടായിരുന്നേ. നമുക്ക് എല്ലാവർക്കും വൈറ്റ് കളർ സാരി ഉടുത്താലോ? എന്നാ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നു സൂസൻ. ഞാൻ ആ മഹാലക്ഷ്മിയിൽ നല്ലൊരു വൈറ്റ് സാരി കണ്ടതായിരുന്നു. എന്നാ പറയാനാ ചേച്ചി, അമ്മച്ചി ലാസ്റ്റ് മിനിറ്റ് കാല് മാറുമെന്ന് ഞാൻ വിചാരിച്ചോ? ശരി, ഞാൻ നോക്കട്ടെ. നോക്കിയാ പറ്റത്തില്ല. ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലെ അവിടെ നല്ല സെലക്ഷൻ ഉണ്ട്. വൈറ്റ് കളർ സാരി ചേച്ചി ഉടുക്കണം. പിന്നെ വീട്ടിലെ എല്ലാവരും ഒരേ കളർ സാരി, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ശരി, അത് ഞാൻ സമ്മതിച്ചു. എനിക്ക് അല്ലെങ്കിലും വൈറ്റ് സാരി ഉടുക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. നീ പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ റെഡ് കളർ സാരി എടുത്തത്. എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യമുണ്ടേ. ചേച്ചിയും ചേട്ടനും ഇന്ന് തന്നെ വരണമെന്ന് അമ്മച്ചി പറയാൻ പറഞ്ഞു. എനിക്കും ഒന്ന് വരണമെന്ന് തന്നെയാണ് സൂസൻ. ഇച്ചായൻ അത്യാവശ്യമായിട്ട് അങ്കമാലിയിൽ ഒരു കാര്യത്തിന് പോയിരിക്കുവോ. നേരത്തെ വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വരാം. ശരി ചേച്ചി, അപ്പോൾ ഇവിടെ വന്നിട്ട് കാണാം. ഇവിടെ ഒത്തിരി പണിയുണ്ട്. ശരി. അതെ ഇച്ചായ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് അക്കൗണ്ട്സ് നോക്കുമ്പോ ഒന്ന് ശല്യം ചെയ്യരുന്ന്. ഇനിയിതിപ്പോ ഒന്നേം തുടങ്ങണം. പറ. ഒന്നുമില്ല, ഞാൻ പിന്നെ വരാം. എന്താണെന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. സൂസൻ വിളിച്ചിരുന്നു. മനസ്സമ്മതത്തിന് വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം വെള്ളസാരി ഉടുക്കുന്നേന്ന്. അവിടുത്തോട്ടെ. അതിന് എനിക്കൊരു വെള്ളസാരി വാങ്ങിത്തരാവോ? നാളത്തെ പരിപാടിക്ക് പോകാൻ ഒരു സാരി ഞാൻ വാങ്ങി തന്നിട്ടില്ലേ? ഇനി പുതിയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ തന്ന മാത്തച്ഛൻ ഇവിടെ എവിടെങ്ങാനും കാശ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോയി വാങ്ങിച്ചോ. എന്നത്തിന് എപ്പോഴും എന്റെ അപ്പച്ചൻ എങ്ങനെ പറയുന്നേ? പറയൂടി, ഞാനത് പറയും. എന്റെ കൊക്കില് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാനത് പറയും. അമ്മാതിരി ചെറ്റത്തരം നിന്റെ തന്ത എന്നോട് കാട്ടിയിട്ടുള്ളത്.